ഈ ഇസ്രായേൽ കയറി ഖത്തറിനെ അടിച്ചപ്പോൾ അമേരിക്കയ്ക്ക് മനസ്സിലായി, അളിയാ നീ എന്ത് പണിയടായി കാണിച്ചത് എന്നാണ് അമേരിക്ക ഇസ്രായേലിനോട് ചോദിച്ചത്. അതോടുകൂടി യവന്മാരെല്ലാം കൂടെ ചേർന്ന് ഇനി അമേരിക്കയെ നമ്പിനാൽ വട്ടത്തിലും ത്രികോണത്തിലും സമചതുരത്തിലും അവിടെ തേയും എന്ന് മനസ്സിലാക്കിയ ഈ അറബ് രാജ്യങ്ങളെല്ലാം കൂടെ അറബ് നാറ്റോ രൂപീകരിച്ച് മുന്നോട്ടേക്ക് പോകാനായിട്ട് പോവുകയാണ്. ഇത് കണ്ടിട്ട് യവന്മാർക്ക് മനസ്സിലായി ഇത് പണിയാണ് അറബ് നാറ്റോ. കാരണം നമ്മുടെ വരുതിക്ക് യവന്മാർ നിൽക്കുന്നില്ല. പിന്നെ നിർത്താനുള്ളൊരു മാർഗ്ഗമുണ്ട്, അത് കരുത്തിൻ്റെ മാർഗ്ഗമാണ്. അത് വെച്ച് നിർത്താം. പക്ഷേ അങ്ങനെ നിർത്തിയാലും അവിടെയുള്ള പെട്രോൾ, അതാണല്ലോ നമ്മുടെ ലക്ഷ്യം. നാളെ എന്ന് ഈ പെട്രോൾ തീരുമോ അന്ന് അറബി എണ്ണ എന്ന് വിളിച്ച നാവ് കൊണ്ട് സായിപ്പ് അതിലൊരു അക്ഷരം മാറ്റി യവന്മാരെ വിളിക്കും എന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ ഇതുകൊണ്ടാണ്, അതായത് വെറും പണം, അതുകൊണ്ടാണ് അറബികൾക്ക് വേണ്ടി ഇത്തരത്തിലൊരു സെറ്റപ്പ് ചെയ്യാനായിട്ട് അവിടെ ഒത്തുകൂടിയത്. പക്ഷേ അവിടെ ഇവർ ഒത്തുകൂടിയപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അവിടെ ഇവർ ഒത്തുകൂടിയപ്പോൾ UN-ൽ പല സാങ്കേതിക തകരാറുകളുണ്ടായി. ആദ്യം എക്സ്കലേറ്റർ കേടായി, രണ്ടാമത്